വീര സവർക്കറോടുള്ള കോൺഗ്രസിന്റെ അതൃപ്തി തെളിയിക്കുന്ന കൂടുതൽ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കർണാടക നിയമസഭയിൽ നിന്ന് വീര സവർക്കറുടെ ചിത്രം നീക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 2022 വാസവരാജ ബൊമ്മെ സർക്കാരാണ് വെളഗാവിയിലെ സുവർണ വിധാൻ സൗദിൽ സവർക്കറുടെ ഛായാചിത്രം സ്ഥാപിച്ചത്. ചിത്രം നീക്കാനുള്ള തീരുമാനത്തിനെതിരെ സവർക്കറുടെ ചെറുമകൻ രഞ്ജിത്ത് സവർക്കർ രംഗത്തെത്തിയിരിക്കുകയാണ്. ടിപ്പു സുൽത്താനെ വാഴ്ത്തുന്ന കോൺഗ്രസ് സർക്കാരിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സവർക്കറെ അവഹേളിക്കുന്നത് തുടർന്നാൽ അവർക്ക് വലിയ വില നൽകേണ്ടി വരും. രാജ്യത്തിനായി സവർക്കർ ചെയ്ത സംഭാവനകൾ പരിഗണിക്കുമ്പോൾ നെഹ്റു എന്താണ് ചെയ്തതെന്നും അദ്ദേഹം ചോദിച്ചു. തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി BJPയും രംഗത്തെത്തി. കർണാടക സർക്കാർ ഇതിന് കണക്ക് പറയണം. സ്വാതന്ത്ര്യ സമര സേനാനി സവർക്കറെ അപമാനിക്കാൻ അവർ ശ്രമിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി സവർക്കറെ അപമാനിച്ചതിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പരാജയപ്പെടുമെന്നും BJP നേതാവായ സുധീർ പറഞ്ഞു. വോട്ടിനു വേണ്ടി ഹിന്ദുത്വ നിലപാട് ഉപേക്ഷിച്ച് ഉദ്ധവ് താക്കറെ നിശബ്ദ പാലിക്കുകയാണോ? കോൺഗ്രസുമായി സഖ്യം രൂപീകരിക്കുമ്പോൾ താക്കറെ സവർക്കറുടെ ആശയങ്ങളെയും ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് അവരെ ടിപ്പു സേന എന്ന് വിളിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി സവർക്കറുടെ ചിന്തകൾ അനശ്വരമാക്കുന്നുവെന്നും അദ്ദേഹത്തെ അപമാനിച്ച കോൺഗ്രസിനും കൂട്ടാളികൾക്കും ചരിത്രം ഒരിക്കലും മാപ്പ് നൽകില്ല എന്നും മഹാരാഷ്ട്ര BJP സംസ്ഥാന അധ്യക്ഷനായ ചന്ദ്രശേഖർ ബഹൻകുലെ പറഞ്ഞു. അതേസമയം വീര സവർക്കറെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ആദ്യം ഉദ്ധരിച്ച് രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയാണ്. 2023 മാർച്ച് 5 ലണ്ടനിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളാണ് വിവാദത്തിന് കാരണമായത്. 5 or 6 സുഹൃത്തുക്കൾ ചേർന്ന് ഒരിക്കൽ ഒരു മുസൽമാനെ മർദ്ദിച്ചതായും തനിക്ക്, അതായത് സവർക്കർ, അതിൽ സന്തോഷം തോന്നുന്നതായും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോഴും നിയമകുരുക്കിൽ വട്ടം കറങ്ങുകയാണ്. അതേസമയം ഇന്ത്യൻ പാർലമെന്റിൽ വിനായക ദാമോദർ സവർക്കർക്ക് വേണ്ടി ശക്തിയുക്തം വാദിച്ചവരിൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ AK ബാലനും രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായ ഫിറോസ് വരെയുണ്ട്. ഇന്ത്യയുടെ ഈ പഴയകാല ചരിത്രങ്ങളൊക്കെ മറന്ന് സവർക്കറെ അപമാനിക്കുന്നതിൽ രാഹുലും പുതുതലമുറ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും മത്സരിക്കുന്നു എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതമൗലിക ശക്തികൾ നിയന്ത്രിക്കുന്ന ഇന്നത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മനഃപൂർവ്വം അപഹസിക്കുന്ന സവർക്കർക്കായി ഫിറോസും AKജിയും എന്തിനാണ് പാർലമെന്റിൽ ബഹളമുണ്ടാക്കിയത്? അതും മഹാത്മാഗാന്ധി വധക്കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷവും എന്തിനാണ് ഈ നേതാക്കൾ സവർക്കർക്കായി മുറവിളി കൂട്ടിയത്? 1950കളിൽ മാത്രമല്ല 90കളുടെ അവസാനവും അടൽ ബിഹാരി വാജ്പേയി കേന്ദ്രത്തിൽ അധികാരത്തിലേറും വരെ സവർക്കർ ഇവർക്കെല്ലാം ആരാധ്യ പുരുഷനായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സവർക്കറും അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവും എതിർക്കപ്പെടേണ്ടതായത് അധികാരം നഷ്ടമായപ്പോൾ മാത്രമാണ് എന്നതും വ്യക്തം. രാജ്യത്തിനായി മഹത്തായ സേവനം നിർവഹിച്ച സവർക്കർക്ക് അംഗീകാരം നൽകണമെന്ന ആവശ്യവുമായി അവതരിപ്പിച്ച ബില്ലിന്മേൽ ലോക്സഭയിൽ നടന്ന ചർച്ചയിലാണ് AKജിയും ഫിറോസും സവർക്കർക്കായി നിലപാടെടുത്തത്. UPയിലെ മധുരയിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര അംഗമായ രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് 1957 നവംബർ 22-നായിരുന്നു ഈ ബില്ല് ലോക്സഭയിൽ കൊണ്ടുവന്നത്. വീര സവർക്കർ മാത്രമല്ല, അരവിന്ദ് ഘോഷിന്റെ സഹോദരനായ വീരേന്ദ്ര കുമാർ ഘോഷ്, സ്വാമി വിവേകാനന്ദന്റെ സഹോദരൻ ഡോക്ടർ ഭൂപേന്ദ്രനാഥ് ദത്ത എന്നിവരെ രാജ്യം ആദരിക്കണമെന്നായിരുന്നു മഹേന്ദ്ര പ്രതാപ് സിംഗിന്റെ ബില്ലിന്റെ ആവശ്യം. ബില്ല് സഭയിൽ അവതരിപ്പിക്കാൻ അന്നത്തെ ഡെപ്യൂട്ടി സ്പീക്കറും പിന്നീട് ലോക്സഭാ സ്പീക്കറുമായിരുന്ന ഹുക്കും സിംഗ് അനുവാദം നൽകി. എന്നാൽ 48-നെതിരെ 75 വോട്ടുകൾക്ക് ബില്ലവതരണം പരാജയപ്പെട്ടു. മഹേന്ദ്ര പ്രതാപ് സിംഗ് ക്ഷോഭിച്ചുകൊണ്ട് സഭ വിട്ടിറങ്ങിയെങ്കിലും അപ്രതീക്ഷിത കോണുകളിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചതും. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായിരുന്ന AK ഗോപാലൻ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു. സവർക്കറെ ആദരിക്കുന്നത് ബില്ല് അവതരിപ്പിക്കാനാണോ എന്നതിൽ സഭയിൽ ചർച്ച നടത്തണമെന്നായിരുന്നു AKജിയുടെ ആവശ്യം. ബില്ല് അവതരിപ്പിക്കുന്നതിനെ പോലും എതിർക്കുന്നത് ശരിയല്ല എന്നും AKജി സഭയിൽ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനും ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവുമായിരുന്ന ഫിറോസ് ജഹാംഗീർ ഗാന്ധി ആയിരുന്നു സവർക്കർ വിഷയത്തിൽ പിന്തുണയുമായി എത്തിയ മറ്റൊരാൾ. UPയിലെ റേബറേലിയിൽ നിന്നുള്ള MP ആയിരുന്നു ഫിറോസ്. ബില്ല് അവതരണം തടഞ്ഞ നിലപാട് ഡെപ്യൂട്ടി സ്പീക്കർക്കെതിരായ അവിശ്വാസത്തിന് തുല്യമാണ് എന്ന് കുറ്റപ്പെടുത്തി. ലോക്സഭാ രേഖകളിലുള്ള ഈ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. സവർക്കർ മരിച്ചപ്പോൾ ലോക്സഭയിൽ അനുശോചനം പ്രമേയം അവതരിപ്പിക്കാനുള്ള ജനസംഘ പ്രജാ സോഷ്യലിസ്റ്റ് MPമാരുടെ ശ്രമം കീഴ്വഴക്കമില്ല എന്ന പേരിൽ സ്പീക്കർ തള്ളിയപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിനെതിരെ അതിശക്തമായി തന്നെ രംഗത്തെത്തിയത്. CPI MP HN മുഖർജി സ്പീക്കറുടെ നിലപാടിനെ എതിർത്തുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്:
വീര സവർക്കറുടെ ദേഹാന്ത്യം ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ്. അതിനാൽ തന്നെ പാർലമെന്റ് അംഗങ്ങൾക്ക് തങ്ങളുടെ വികാരങ്ങൾ രേഖപ്പെടുത്താൻ അവസരം ആവശ്യമാണ്. രോഗബാധിതനായി കിടന്ന സവർക്കർക്ക് കോൺഗ്രസ് സർക്കാർ ധനസഹായം അനുവദിച്ചതടക്കം അക്കാലത്ത് സ്വീകരിച്ച നടപടികളിൽ ഓരോന്നും രാഹുലിന്റെ വിവാദ പ്രസംഗത്തോടെ വീണ്ടും ചർച്ചയാവുകയായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് 3900 രൂപ ആദ്യവും പിന്നീട് 1000 രൂപയും സവർക്കർക്കായി നൽകി. പിന്നീട് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സർക്കാർ 1964 മുതൽ 66 സവർക്കർ അന്തരിക്കും വരെ പ്രതിമാസം 300 രൂപ ധനസഹായവും നൽകിയിരുന്നു. മരണാനന്തരം ഇന്ദിരാഗാന്ധി സർക്കാർ 1970 മെയ് 28 വീര സവർക്കറിനെ ആദരിച്ച് പ്രത്യേക സ്റ്റാമ്പും പുറത്തിറക്കി. സവർക്കർ മരിച്ചപ്പോൾ പ്രചോദനം നൽകുന്ന വിപ്ലവകാരി എന്നായിരുന്നു ഇന്ദിരാഗാന്ധി വീര സവർക്കറെ അനുസ്മരിച്ചു പറഞ്ഞത്. മുംബൈയിൽ സവർക്കർ മെമ്മോറിയലിന് 11,000 രൂപ കേന്ദ്ര ധനസഹായം നൽകിയതായും 1983 സവർക്കർ ജയന്തിയിൽ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫിലിം ഡിവിഷൻ പുറത്തിറക്കിയതും 1980 സവർക്കർ ജന്മശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി അയച്ച കത്തിൽ സവർക്കറിന്റെ ഭാരതത്തിന്റെ വീര സന്താനമായും സ്വതന്ത്ര സമര പോരാട്ടത്തിന്റെ മുഖമായും പ്രശംസിച്ചതും പൊതുജന മധ്യത്തിലുള്ള രേഖകളാണ്. ഗാന്ധി വധക്കേസിൽ ആരോപണ വിധേയനായ വ്യക്തിയെന്നറിഞ്ഞിട്ടും അന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് വീര സവർക്കറെ ആദരിച്ചു എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. അതിനെല്ലാമുള്ള ഉത്തരം 90കളുടെ അവസാനം BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്ത് ഭരണത്തിലെത്തി എന്നത് മാത്രമാവണം കാരണം. BJPയെ അധികാരത്തിൽ നിന്ന് ഇറക്കിയതായി കോൺഗ്രസുകാരെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചതും പരിശ്രമിച്ചതുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതാണ് ചരിത്രമായി പറയുന്ന വസ്തുത. UPA സർക്കാർ പോലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇക്കാലത്താണ് ഹിന്ദുത്വത്തെയും സവർക്കറെയും അപമാനിക്കാനുള്ള ശ്രമങ്ങൾ കുടപിടിച്ച് നടന്നതും. 2003 ഫെബ്രുവരി 26 പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വീര സവർക്കറുടെ ഛായാചിത്രം സ്ഥാപിക്കുമ്പോഴും സവർക്കർക്കെതിരായ നിലപാട് കോൺഗ്രസ് ശക്തമാക്കിയിരുന്നു. തലേ ദിവസം പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിനെ സന്ദർശിച്ച സോണിയാഗാന്ധി രാഷ്ട്രപതി ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് വരെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ APJ അബ്ദുൽ കലാം പ്രധാനമന്ത്രി വാജ്പേയിയുടെയും ഉപപ്രധാനമന്ത്രിയായ അദ്വാനിയുടെയും സാന്നിധ്യത്തിൽ വീര സവർക്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുമ്പോൾ സാക്ഷിയായി മുൻ പ്രധാനമന്ത്രിയായ ചന്ദ്രശേഖറും ഉണ്ടായിരുന്നു. സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചെങ്കിലും സവർക്കറുടെ ചിത്രം സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്ത പാർലമെന്റ് സമിതിയിലെ കോൺഗ്രസ് CPM നേതാക്കളുടെ സാന്നിധ്യം ചർച്ചയാക്കി. പ്രണബ് കുമാർ മുഖർജിയും ശിവരാജ് പട്ടേലും CPM നേതാവും മുൻ ലോക്സഭാ സ്പീക്കറുമായിരുന്ന സോംനാഥ് ചാറ്റർജിയും സവർക്കർ ചിത്രം സ്ഥാപിക്കുന്നതിനെ അനുകൂലിച്ച നിലപാടെടുക്കുകയായിരുന്നു. സമിതിയിലെ മറ്റൊരംഗമായിരുന്ന CPIയുടെ ചിത്തരഞ്ജനും മൗനം പാലിച്ചു. സവർക്കറുടെ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ മകൻ സോംനാഥ് ചാറ്റർജിക്ക് സവർക്കറെ എതിർത്ത് നിലപാടെടുക്കുക അസാധ്യമായിരുന്നു. എന്നാൽ ഫിറോസ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ആദരിച്ചിരുന്ന വീര സവർക്കറിന്റെ അദ്ദേഹത്തെ അപമാനിക്കുന്നതിൽ സോണിയയ്ക്കോ രാഹുലിനോ തെല്ലും ഇപ്പോഴും ഒരു മനസ്താപവുമില്ല എന്നതാണ് ഇപ്പോഴും വലിയ വസ്തുതയായി കണക്കാക്കുന്നത്. സവർക്കർ ചിത്രം പാർലമെന്റിൽ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തതിന് പിന്നാലെ ഡൽഹിയിലെ ഇടത് ചരിത്രകാരന്മാർ സോണിയെ കണ്ട് ചർച്ച നടത്തുകയും സവർക്കർക്കെതിരെ പ്രചരണം ശക്തമാക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷ പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രണബ് മുഖർജിക്കും ശിവരാജ് പാട്ടേലിനുമെതിരെ രോക്ഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. JNUവിലെ പ്രൊഫസറായിരുന്ന കുപ്രസിദ്ധ ഇടതു ചരിത്രകാരൻ ബിപിൻ ചന്ദ്രയുടെ നേതൃത്വത്തിലായിരുന്നു ഈ നീക്കങ്ങളെല്ലാം തന്നെ നടന്നത്. സമാനമായ സ്ഥിതി വിശേഷമാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ചുറ്റും നടക്കുന്നതെന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രചരണ വിഭാഗത്തിന്റെ ചുമതലയുള്ളവർ JNUവിലെ മുൻ ഇടതു വിദ്യാർത്ഥി സംഘടനാ നേതാക്കളായ സന്ദീപ് സിംഗും ഹേമന്ത് പാട്ടയുമാണ്. സോണിയ കോൺഗ്രസിന്റെ സവർക്കർ വിദ്വേഷം വന്ന വഴി ഏതാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ സവർക്കറുടെ ചിത്രം എടുത്തു മാറ്റുന്നതിലും അതിശയിക്കാൻ മാത്രം ഒന്നും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യമായി പറയേണ്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.